പറ്റും. നല്ലൊരു കലാകാരനാണ്. എത്രയോ ഒത്തിരിയും സദസ്സിൽ പാടിയ ഒരു കലാകാരനാണ്. അദ്ദേഹം വയ്യാതിരിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കേൾക്കുന്ന സഹോദരങ്ങളുടെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഞാൻ ഓണ ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നതാണ്. അദ്ദേഹം ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. ഒന്ന് പാടിക്കാൻ നോക്കിയേ, പറ്റുമോ നോക്ക്, ഒന്ന് ശ്രമിച്ചേ, ശ്രമിക്കുക. ഈ യൂട്യൂബ് കാണുമോ? കണ്ടാൽ നാളെ നിങ്ങളൊരു കാലത്ത് നിങ്ങളൊരു രക്ഷപ്പെടും. യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയാണ്. ഒരു വരി ഒന്ന് നോക്കി, ഒന്ന് മുളി നോക്കി, ഒരു വരി. ഒന്ന് നോക്കിയേ, ഒന്ന് മുളി നോക്കിയേ. ഉണ്ടോ? അദ്ദേഹത്തിന് പാടാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ അദ്ദേഹപ്പെടുന്നത് കണ്ടോ? ഇത് കേൾക്കുന്ന നമ്മുടെ ഉള്ള എൻ്റെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എൻ്റെ ഹൃദയം പെടുന്നു. അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹം പാടിയ ഒത്തിരി പുള്ളി പാടിയ പാട്ട് വരുന്നതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടോ? അല്ലോ, നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? എൻ്റെ യൂട്യൂബ് ചാനൽ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരന്മാരെ, ഹൃദയമുള്ളവർ ഒരു ഓണ ദിവസമായിട്ട് പറയുക, ഇദ്ദേഹത്തെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ല പിന്നെ ഞാൻ ജീവിതം പിന്നെന്തോ. ഞാനൊരു ഓണമായിട്ട് എനിക്കവിടെ പുത്തൻ വസ്ത്രമുണ്ട്, ഉടുപ്പുണ്ട്, ഇവിടുണ്ട്, എല്ലാ അലങ്കാരം. പക്ഷേ ഇതേപോലുള്ള മനസ്സിനെ കാണാനും സഹായിക്കാനും പറ്റുന്നവരാണ് യഥാർത്ഥ കേരളീയർ. ഓണത്തിൻ്റെ ആ രുചിയും ഭാവവും. ഞാൻ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ്. സുഹൃത്തിൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് നല്ലൊരു കലാകാരനെ ഒരിക്കലും നമ്മൾ പുള്ളി പാടിയ പാട്ടൊന്നും റെക്കോർഡിങ്ങും ഒന്നുമില്ല, പക്ഷേ സൂപ്പർ കലാകാരനാണ്. പുള്ളിയുടെ ജ്യേഷ്ഠനും ഉണ്ട് കലാകാരൻ അല്ലേ? പുള്ളി പാടത്തില്ലേ? ചേട്ടനാ, പുള്ളിയും പാടുമായിരുന്നു. കുടുംബപരത്തെ കലാകാരന്മാരായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇട്ടില്ല ഒരു പാട്ട്, അത് അതാ അദ്ദേഹത്തിൻ്റെ മൂത്തജ്യേഷ്ഠനല്ലേ? ജ്യേഷ്ഠനാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു വയ്യാഴിക ഉണ്ടായി, സ്ട്രോക്ക് വന്നു. ഇപ്പോൾ ഇതിലിരിക്കുകയാണ്. അപ്പം എന്നെ ശ്രമിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാ സുഹൃത്തുക്കളും ഇദ്ദേഹത്തെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. കലാകാരന്മാരുടെ ജീവിതത്തിൽ എത്ര വാർദ്ധക്യം വന്നാലും പിന്തിരിയാൻ പാടില്ല. അതുകൊണ്ട് ഇതാണ്. അന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടതല്ലേ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഇദ്ദേഹം ഒരു കലാകാരനാണ്, പാട്ടുകാരനുമാണ് കേട്ടോ. അപ്പം ഇദ്ദേഹം എന്താ പറഞ്ഞ കൊച്ചു വീടാണ് ഭവനത്തിൽ. യൂട്യൂബിൽ ഞാൻ യൂട്യൂബ് ചാനൽ ഇടുന്നത് തന്നെ കണ്ടത് രാവിലെ വരാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇതാണ് അവിടെ ചുറ്റുപാടും കാര്യങ്ങളും കണ്ടോ. എൻ്റെ പ്രിയമുള്ള യൂട്യൂബ് ചാനൽ സുഹൃത്തുക്കളെ, അവരെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക.